പഠിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഓണ സ്പെഷ്യൽ പായസമാണ്. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, തേങ്ങാക്കൊത്ത് വേണം, ഏലക്കായ പൊടി വേണം, ഉണക്കമുന്തിരി വേണം, 5 കട്ട ശർക്കരയും വേണം, ചൂടാക്കിയ പാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടാക്കിയ പാലില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും എടുക്കാം. പിന്നെ നെയ്യ്, ഓട്സ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകാം. ഇനി നമുക്ക് ഗ്യാസ് നമുക്ക് നമ്മൾ പായസാക്കുന്ന പാത്രവും വെക്കാം. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു കുഞ്ഞി സ്പൂണിൽ 4 സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് അതൊന്നൊരു ഗോൾഡൻ കളർ ആകുന്നത് ഇനി നമ്മുടെ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ ഇല്ലാതെ മാറ്റണം. നമ്മളിപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിലേക്ക് നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഇത് നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഗോൾഡൻ കളർ ആയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഇത് മുന്തിരിയൊക്കെ തേങ്ങയും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇത് റെഡി ആയിട്ടുണ്ട്. ഓട്സ് പായസം ഉണ്ടാക്കാനുള്ള പാത്രം വെക്കാം. ഇവിടെ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് ചൂടാവട്ടെ. ഇനിയിപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഓയിലാണ്. നെയ്യൊന്ന് ചൂടാവട്ടെ. ഇനി നമ്മുടെ ഓട്സാണിത്. 1 കപ്പ് ഓട്സാണ് ഞാനിപ്പോൾ എടുത്തത്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നൊന്ന് ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ ഓട്സ് നന്നായിട്ട് കുറച്ചൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാക്കിയ പാൽ വെച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കും കേട്ടോ പാൽ ഒഴിക്കുമ്പോൾ. നമ്മുടെ ഓട്സ് വെന്തതിന് ശേഷം നമ്മൾ ശർക്കര പാനി അഴിച്ചു കൊടുക്കണം. അപ്പം എൻ്റെ ഓട്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കളറൊന്ന് ആദ്യത്തെ പാലിൻ്റെ പോലത്തെ കളറൊന്ന് മാറ്റാം.
പായസം റെഡി ആവാനായിട്ടുണ്ട്. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് മതി, കൂടുതലിട്ട് കൊടുക്കരുത്. ഇട്ടിട്ടൊന്ന് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങയും ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ തിന്ന് ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പായി ഇട്ട് ചെറുങ്ങനെ ഇളക്കി ഓക്കെ, നമ്മുടെ ഓട്സ് പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. എൻ്റെ ഓണ സ്പെഷ്യൽ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. താങ്ക് യു.